ഇതാണ് ബ്ലാക്ക് ഡോൾഫിൻ ജയിൽ. ഒരു മനുഷ്യന് ജീവനോടെ നരകം കാണിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജയിൽ. മരിച്ചിട്ടല്ലാതെ ജയിലിന്റെ പുറം ലോകം കാണാത്ത, ജീവൻ നിൽക്കാനായിട്ട് വെറും ഒരു കഷ്ണം ബ്രെഡ് മാത്രം നൽകുന്ന റഷ്യയിലെ ബ്ലാക്ക് ഡോൾഫിൻ ജയിലിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. റഷ്യയുടെ തെക്കൻ അതിർത്തിയിൽ, അതായത് കസാക്കിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്നിട്ടാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. 18ാം നൂറ്റാണ്ടിൽ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 1745 ഈ ജയിൽ നിർമ്മിച്ചത്. ഇതിന്റെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കയേക്കാൾ പഴക്കമുണ്ട് ഈ ജയിലിന്. ഔദ്യോഗികമായി ഈ ജയിലിന്റെ പേര് പീനൽ കോളനി നമ്പർ 6 എന്നാണ്. എന്നിരുന്നാലും ബ്ലാക്ക് ഡോൾഫിൻ ജയിൽ എന്ന പേരിലാണ് ഇതിനെ പൊതുവെ അധികവും അറിയപ്പെടുന്നത്. ഈ ജയിലിനുള്ളിൽ ആകെയുള്ളത് വെറും 600 തടവുകാർ മാത്രമാണ്. അതും സാധാരണ തടവുകാരല്ലാത്ത സീരിയൽ കില്ലർമാർ, തീവ്രവാദികൾ, നരഭോജികൾ എന്നിങ്ങനെ അടങ്ങുന്ന വലിയ കുറ്റം ചെയ്തവർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ജയിലാണിത്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ജയിലിനകത്തുള്ള എല്ലാ കുറ്റവാളികളും ചേർന്ന് മൊത്തമായി കൊന്നൊടുക്കിയ നിരപരാധികളായ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 5000-ലധികമാണ്. അതായത് ഈ ജയിലിനുള്ളിലെ ഓരോ കുറ്റവാളിയും 8 മുതൽ 15 ആളുകളെ വരെ കൊല ചെയ്തവരാണ്. ഇവിടെയുള്ള ഒരു തടവുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്ളാദിമിർ നിക്കോളയാവ് എന്ന പേരുള്ള ഒരു തടവുകാരൻ ഇതിനകത്തുണ്ട്. ചെറിയൊരു തർക്കത്തിനിടയിൽ അയാൾ ദേഷ്യം വന്ന് ഒരാളെ കൊലപ്പെടുത്തി. ശേഷം അയാളുടെ മാംസം എടുത്ത് കറി വെച്ച് കഴിക്കുകയും ബാക്കി വന്നത് അയാൾ തന്റെ സുഹൃത്തുക്കൾക്ക് കങ്കാരുവിന്റെ മാംസമാണെന്ന് പറഞ്ഞ് വിൽക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വളരെയേറെ സൈക്കോകളായ ക്രൂരന്മാരെ പാർപ്പിക്കുന്ന ഒരു ജയിലാണിത്. ഇവർക്ക് നൽകുന്ന ഭക്ഷണ രീതി കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. കാരണം മറ്റു ജയിലുകളിൽ ഉള്ളതുപോലെ ഒരുമിച്ചിരുന്ന് തടവുകാർ സംസാരിച്ച് നേരിൽ കണ്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ അനുവദിക്കില്ല. ഒരു ദിവസം 4 തവണ എന്ന രീതിയിൽ ഇവരുടെ ജയിലിന്റെ ചെറിയൊരു ഭാഗത്ത് ഒരു ജനല് പോലുള്ള ഭാഗമുണ്ട്. അതിനകത്തേക്ക് ഇത്തരത്തിൽ പോലീസ് ഗാർഡുകൾ ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ അത് നീക്കി കൊടുക്കും. ഇനി ഇങ്ങനെ കൊടുക്കുന്ന ആഹാരം എന്താണെന്നാൽ വെറും ഒരു കഷ്ണം ബ്രെഡും അതുപോലെ പച്ചക്കറികൾ പുഴുങ്ങി ഉണ്ടാക്കിയ ഒരു തരം സൂപ്പുമാണ്. വർഷങ്ങളായി ദിവസേന 365 ദിവസവും ഇവർക്ക് ഇതേ ഒരു രീതിയിലുള്ള ഭക്ഷണമാണ് അതിനകത്ത് നൽകുന്നത്. തടവുകാരുടെ ശരീരത്ത് ജീവൻ നിലനിർത്തുക എന്നൊരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഇതിനകത്ത് ഇത്തരത്തിൽ 4 നേരം ഈ ഒരു ഭക്ഷണം നൽകി വരുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് ഈ ജയിലിനുള്ളിലെ കുറച്ച് വിചിത്ര നിയമങ്ങളെ കുറിച്ചാണ്. ബ്ലാക്ക് ഡോൾഫിൻ എന്ന ജയിലിനുള്ളിൽ നിന്ന് ഒരു തടവുകാരന് എന്തെങ്കിലും ആവശ്യത്തിനായി അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതിന് കടുത്ത നിയമങ്ങളുണ്ട്. ഒരു തടവുകാരനെ ഇത്തരത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ അയാളുടെ കൂടെ 3 പോലീസ് ഗാർഡുകളും അതുപോലെ പ്രത്യേകം പരിശീലനം ലഭിച്ച ഒരു സ്നൈപ്പർ നായയും ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും വിചിത്രമായ അല്ലെങ്കിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നാൽ ഇങ്ങനെ ഇവരെ പുറത്തേക്ക് നടത്തി കൊണ്ടുപോകുന്ന ആ ഒരു രീതിയാണ്. 2 കൈകളും പിന്നിലേക്ക് വെച്ച് ലോക്ക് ചെയ്ത് 90 ഡിഗ്രി കുനിച്ചു നിർത്തി തല താഴ്ത്തി പിടിച്ചാണ് ഇവരെ പോലീസ് ഗാർഡുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനെ സ്ട്രെസ് പൊസിഷൻ എന്നാണ് പറയുന്നത്. എന്തിനാണ് തടവുകാരനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരം തടവുകാർ എപ്പോഴെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള ജയിലിന് പുറത്തേക്ക് എക്സിസ്റ്റിംഗ് ഡോറുകളോ വഴികളോ കാണാതിരിക്കാനും ഒന്നും അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൂടാതെ ഇത്തരം തടവുകാരെ ഒരു ബ്ലോക്കിൽ നിന്ന് ജയിലിന്റെ മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റുമ്പോൾ അവരുടെ 2 കണ്ണുകളും കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടാകും. ഈ ജയിലിനകത്ത് റേഡിയോകളോ ടിവികളോ ന്യൂസ് പേപ്പറുകളോ ഒന്നുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകത്ത് നിന്ന് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ജയിലാണിത്. കുറ്റവാളികളെ ഇതിനകത്ത് തിരിച്ചറിയാനായിട്ട് അവർക്ക് പേരുകൾ നൽകുന്നതിന് പകരം അവരുടെ ഡ്രസ്സിൽ നൽകിയ ഓരോ നമ്പർ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരിച്ചറിയുന്നത്. വളരെ ചെറിയൊരു അനുസരണക്കേട് പോലും വലിയ ശിക്ഷകൾക്ക് കാരണമാകും. ഈ സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കും, ഇത്തരം തടവുകാർക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി കാണാനോ സംസാരിക്കാനോ അനുവാദമുണ്ടോ എന്നത്. അതിനായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരം കുറ്റവാളികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനും കാണാനും ഒക്കെ അനുവാദമുണ്ട്. പക്ഷെ അതിനും ചില കഠിനമേറിയ നിയന്ത്രണങ്ങളുമുണ്ട്. വർഷത്തിൽ 1-2 തവണ മാത്രമേ കുടുംബാംഗങ്ങൾക്ക് ഇവരുമായിട്ട് സംസാരിക്കാനോ നേരിൽ കാണാനോ സാധിക്കുകയുള്ളൂ. അതും വലിയൊരു കട്ടിയുള്ള ചില്ല് ഗ്ലാസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നേരിൽ കാണാൻ കഴിയാത്ത രീതിയിൽ
ഫോൺ ഉപയോഗിച്ചാണ് കുടുംബാംഗങ്ങളും ഈ തടവുകാരും സംസാരിക്കുന്നത്. കുടുംബാംഗങ്ങളുമായി ഒന്ന് തൊടാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പോലും ഒരു സെക്കൻഡ് പോലും ഇതിനകത്ത് അനുവദിക്കില്ല. പോലീസ് ഗാർഡുകളുടെ മുന്നിൽ വെച്ചായിരിക്കും ഈ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങളുമായി കുറ്റവാളികൾ ഫോണിൽ സംസാരിക്കുന്നതും ചില്ല് ഗ്ലാസിലൂടെ കാണുന്നതുമെല്ലാം. ഇനി ഏതെങ്കിലും ഒരു തടവുകാരൻ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ അവരും അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കും. ഇവരുടെ സെല്ലുകൾ എന്ന് പറയുന്നത് ഇരുമ്പ് കമ്പികളും കട്ടിപ്പൂട്ടുമുള്ള 3 ലെയർ വാതിലുകൾ അടങ്ങുന്ന ചെറിയ മുറികളാണ്. 24 മണിക്കൂറും അതായത് ഒരു ദിവസം മുഴുവനും ഈ ജയിലുകൾക്കകത്തുള്ള ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ടാകും. അതായത് ഇതിനകത്തുള്ള തടവുകാർക്ക് ഇപ്പോൾ രാത്രിയാണോ അതോ പകലാണോ എന്ന് പോലും അറിയാൻ സാധിക്കില്ല. ഉറങ്ങുമ്പോൾ പോലും മുഖം മുഴുവനായി പുതപ്പ് കൊണ്ട് മൂടാൻ പാടില്ല. അവരുടെ തലക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ അവരുടെ മുഖം എപ്പോഴും വ്യക്തമായി കാണണം. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് രാത്രി 10 മണിക്ക് കിടക്കാൻ പറയുന്നത് വരെ ഇവർക്ക് കട്ടിലിൽ ഇരിക്കാനോ കടക്കാനോ സാധിക്കില്ല. ഒന്നെങ്കിൽ ജയിലിനുള്ളിൽ എണീറ്റ് നിൽക്കുക അല്ലെങ്കിൽ അതിനുള്ളിലൂടെ നടക്കുക. ഈ പറഞ്ഞ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ പോലും കടുത്ത ശാരീരിക പീഡനങ്ങളും ദിവസങ്ങളോളം വെളിച്ചമില്ലാത്ത ഇരുട്ടുമുറിയിൽ അടച്ചിട്ട് സോളിറ്ററി കൺഫൈൻമെന്റ് പോലുള്ള ശിക്ഷകൾ ഇവർക്ക് ലഭിക്കും. മുമ്പ് പറഞ്ഞ പോലെ 1745 ഈ ജയിൽ സ്ഥാപിച്ച അന്ന് മുതൽ ഇന്നേ വരെ ഒരു തടവുകാരനും ജീവനോടെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മരണമാണ്. ഇനി ഏതെങ്കിലും സമയത്ത് ഈ ജയിലിനകത്ത് വെച്ചുകൊണ്ട് ഒരു തടവുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ജയിലിനടുത്തുള്ള വിജനമായ മണ്ണിൽ ഒന്നിനും കൊള്ളാത്ത ഒരു തടി കഷ്ണത്തിൽ അവരുടെ മുമ്പ് പറഞ്ഞതുപോലെ ഡ്രസ്സിലുള്ള നമ്പർ മാത്രം എഴുതി അടക്കം ചെയ്യും. ഇതോടുകൂടി അവരുടെ കഥ അവിടെ കഴിഞ്ഞു. റഷ്യയിലെ ഓറൻബർഗ് റീജിയനിൽ എന്ന അതായത് കസാക്കിസ്ഥാന്റെ അതിർത്തിയോട് കൂടിയിട്ടാണ് മുമ്പ് പറഞ്ഞതുപോലെ ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ കഠിനമേറിയ തണുപ്പാണ്. -30 മുതൽ -40 ഡിഗ്രി വരെ ചില സമയങ്ങളിൽ തണുപ്പ് താഴ്ന്നു പോകും. ഇനി ഈ ജയിലിനെ കുറിച്ച് ഒരു ചെറിയ ചരിത്രം നോക്കുകയാണെങ്കിൽ വർഷം 1773 കാലത്ത് അന്ന് റഷ്യ ഭരിച്ചിരുന്ന കാതറിൻ രാജ്ഞിയുടെ കാലത്ത് റഷ്യയിൽ ചെറിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ പങ്കെടുത്ത ആളുകളെ നാടുകടത്താനായിട്ട് അന്നത്തെ രാജ്ഞിയുടെ ആളുകൾ മുമ്പ് പറഞ്ഞതുപോലെ ഇന്നത്തെ കസാക്കിസ്ഥാന്റെ അതിർത്തിയിൽ വെച്ച് ഒരു കെട്ടിടം നിർമ്മിച്ചു. അതിലാണ് പിന്നീട് ഇത്തരം കലാപകാരികളെ തടവിലാക്കിയത്. പിന്നീട് അതിനുശേഷം വന്ന സോവിയറ്റ് യൂണിയനും USSRും അതുപോലെ ഇതൊരു രാഷ്ട്രീയ തടവറയായി ഉപയോഗിച്ചു. സർക്കാരിനെതിരെ സംസാരിക്കുന്ന ആരായാലും അവരെ പിടിച്ച് ഈ ജയിലറക്കുള്ളിൽ അവർ തടങ്കലിലിട്ടു. പിന്നീട് 1900കളിലാണ് അന്നത്തെ റഷ്യൻ ഗവൺമെന്റ് ഈ ജയിൽ പിന്നീട് പുനർനിർമ്മിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന പേരിലേക്ക്, അതായത് ബ്ലാക്ക് ഡോൾഫിൻ ജയിൽ എന്ന പേരിലേക്ക് നമ്മൾ ഇന്ന് കാണുന്ന നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജയിലാക്കി മാറ്റിയത്. ഇത് കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എങ്ങനെയാണ് ഈ ജയിലിന് ബ്ലാക്ക് ഡോൾഫിൻ ജയിൽ എന്ന പേര് വന്നതെന്ന്. ഈ ജയിലിന്റെ ഗേറ്റിന്റെ മുൻഭാഗത്തായിട്ട് കവാടത്തിന്റെ മുൻവശത്തായിട്ട് ഒരു കറുത്ത നിറത്തിലുള്ള വലിയൊരു ഡോൾഫിനിന്റെ പ്രതിമയുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ 1900കളിൽ അവിടെയുള്ള കുറച്ച് തടവുകാർ ചേർന്ന് ക്ലേ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഒരു കറുത്ത നിറത്തിലുള്ള ഡോൾഫിനാണത്. അവിടെ നിന്നാണ് പിന്നീട് ഈ ജയിലിന്റെ പേര് ബ്ലാക്ക് ഡോൾഫിൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നിരുന്നാലും ഈ ജയിലിന്റെ പേര് ഒഫീഷ്യലി ആയിട്ട് ഔദ്യോഗികമായിട്ട് പീനൽ കോളനി നമ്പർ 6 എന്നാണ്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റഷ്യയിലെ ഈ ജയിലിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായമെല്ലാം തീർച്ചയായും താഴെ രേഖപ്പെടുത്തുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.